ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ റിപ്പാത്തു. അപ്പോൾ ഇന്ന് നമ്മൾ അസർബൈജാനിലെ നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗബാല. നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗബാല. പോയി നോക്കട്ടെ അവിടെ എന്താണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയുള്ളത്. ഒരുപക്ഷെ നമ്മൾ അസർബൈജാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിക്കോട്ടോ. അത്രക്കും ടേസ്റ്റുള്ള ഫുഡാണിത്. പല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡ്. കാണുമ്പോൾ നമുക്ക് നമ്മൾ മലയാളികൾക്ക് ചിലപ്പം എടുക്കാനൊന്നും തോന്നിയെന്ന് വരില്ല. പക്ഷെ ഇത് എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അത്ര അടിപൊളിയായിരുന്നു. ഇതൊന്നും ഞാൻ കഴിക്കുകയില്ല കേട്ടോ. ഈ ഒരു ഐറ്റംസ് ഒന്നും കഴിക്കുകയില്ല. അല്ലാതെ എല്ലാം കുക്ക് ചെയ്ത് വരുന്ന എല്ലാ ഫുഡും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നമ്മളെ പുട്ടിനേക്കാളും കടലക്കറിയേക്കാളും പത്തിരിയേക്കാളും ബീഫിനേക്കാളും ഒക്കെ ടേസ്റ്റുള്ള വേറെ ഫുഡുകളും ഈ ലോകത്തുണ്ടെന്ന്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്കൊന്നും ഞാൻ പോവൽ തന്നെയല്ല, ജസ്റ്റ് പോയിട്ടൊരു വീഡിയോ എടുക്കും. ഇതൊക്കെ മിനൂട്ടിൻ്റെ അയനുമൻ്റെയും മാത്രം സെക്ഷനാണ്. ഓർക്കാണ് ഈ തരത്തിലുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചൊരു ലാഗായിട്ട് തോന്നും. കാരണം നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരുപാട് സ്ഥലങ്ങളെ വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്വർഗ്ഗത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം ഞാൻ കണ്ട കാഴ്ചകൾ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി കാണിച്ചു തരണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗബാല എത്തിയൊരു ഫീലൊക്കെ തോന്നും. കാരണം അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നഗരത്തിൽ നിന്നൊക്കെ മാറി നല്ലൊരു വില്ലേജ് സൈഡിലൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിജനമായിട്ടുള്ളൊരു പ്രദേശം. ഇവിടെ കുറച്ച് വീടുകൾ അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്. അതിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ആ ഒരു റെയിൽവേ ട്രാക്ക് നമ്മൾ തുടങ്ങിയ സ്ഥലം മുതൽ ഗബാല തീർന്നത് വരെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അത്രക്കും ലോങ് ആയിട്ടുള്ള ഒരു റെയിൽവേ ലൈനായിരുന്നു. പിന്നെ കുറച്ച് ചായക്കടകൾ അങ്ങനെയൊക്കെ മാത്രമേ ആ ഒരു വഴിയിലുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ ഇതുപോലെ തരിശു ഭൂമികളാണ് ഫുള്ളായിട്ടുള്ളത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്തോലെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നമ്മൾ ബാർക്കൂറിൻ്റെ നല്ല തിരക്കുള്ള റോഡുമെന്നൊക്കെ വന്നിട്ട് ഗബാലയിലേക്ക് പോകുന്ന വഴിയാട്ടത്. 4 മണിക്കൂർ ട്രാവലാണ് ബാക്കൂന്ന് ഗബാലയിലേക്ക്. അതായത് നമ്മൾ ഖത്തറിന്ന് അസർബൈജാനിലേക്ക് വന്നതിനെക്കാട്ടിലും 1 മണിക്കൂർ കൂടുതലുണ്ട്. എന്താ അടിപൊളി സ്ഥലം, സ്വർഗം. ഇവിടെ തിരിച്ചു പോവാതിരിക്ക് തോന്നുന്നില്ല. ബാക്ക് പോലല്ല കേട്ടോ ഗബാല. എന്തൊരു ഭംഗിയാണോ ഇവിടേക്കുള്ള റോഡ്. 2 സൈഡും ഫുൾ ഇങ്ങനെ വയല് പോലെ. ഇതങ്ങനത്തെ സ്ഥലം ഇഷ്ടം. വണ്ടിയിൽ മൊത്തം കിടന്നുറങ്ങിട്ട് ഇപ്പൊ ഇവിടെ അതല്ല കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്റെ മനസ്സ് അവിടെ ഉള്ളത്. വീഡിയോ പിടിച്ചില്ല. എപ്പോഴാണ് പിടിച്ചത്? What is it?
ഇവിടുത്തെ ചായ ഏതായാലും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ചായയാണ്. കുറച്ച് മതി എന്ന് പറയുന്നത് മീനു കണ്ടുപിടിച്ചൊരു പുതിയ കണ്ടുപിടുത്താണ്. ചായയിൽ കുറച്ച് തേൻ വെച്ച് ഇങ്ങനെ കുടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ കുടിക്കാൻ വേണ്ടി. ഞാനും വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എൻ്റെ വായിച്ചൊക്കെ അവിടെ വന്നാൽ മുതലാവും. കാരണം നല്ല അടിപൊളി, വായിച്ചക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ. അപ്പോൾ ഇവിടുത്തെ നല്ല ടേസ്റ്റുള്ള ചായയാണ്. പോകുമ്പോൾ വായിച്ചയ്ക്ക് ഒരു പേക്ക് ചായപ്പൊടി വാങ്ങിയിട്ട് ഞാൻ എന്തായാലും പോകണല്ലോ. എന്താ നിങ്ങളെ അഭിപ്രായം? പോകുമ്പോൾ വായിച്ചയ്ക്ക് ഒരു പേക്ക് ചായപ്പൊടി വാങ്ങുന്നതിനോട് എന്താ നിങ്ങളെ അഭിപ്രായം? അഭിപ്രായമില്ല. ഉണ്ട് നമ്മൾ നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റിലുണ്ട്. പല ഫ്ലേവറിലുള്ളുണ്ട്. സ്ട്രോബെറി, മാംഗോ, ജാസ്മിൻ, റോസ്. ഇതാണ് നമ്മുടെ മേപ്പിൾ മരം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷ് മൂവീസും നമ്മളൊരു വെസ്റ്റേൺ സൈഡിലുള്ള വീഡിയോസൊക്കെ കാണുമ്പം അതിൽ നമ്മൾ ഒരു ചുവപ്പ് കളറുള്ളൊരു ഇല കാണുമല്ലേ, എന്നാൽ റോഡിലൊക്കെ തൊയിഞ്ഞെടുക്കുന്നത്, അതാണ് ഇത് മേപ്പിൾ മരത്തിൻ്റെ ഇല. ഇതൊരു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറുമ്പം ഒരു ഫ്ലാസ്കും കൂടെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഒരുപാട് കുടിക്കാനുണ്ടാവും ചായ. നമ്മളാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അസർബൈജാനികളെ പോലെ തന്നെ നമുക്കും എപ്പോഴും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു തോന്നൽ, കട്ടൻ ചായക്കൊരു അഡിക്ഷൻ വന്ന പോലെ ഉണ്ട്. ചിലപ്പോൾ ഇവിടുത്തെ ചായൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടായിരിക്കും അത്. പരമാവധി നമ്മളവിടെ ഇരുന്ന് കുടിച്ച് തീർക്കലുണ്ട്. എന്നാലും നമുക്ക് കയ്യിൽ ഒരു 10 കുടിക്കാനുള്ള ചായയൊക്കെ എന്തായാലും ഉണ്ടാവും. അത് ഒന്നാമതേ ബാക്കുവിൽ നിന്ന് ഗബാലയിലേക്ക് 4 മണിക്കൂർ യാത്രയുണ്ട്. അതായത് ഒരു 400 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനും ഒരുപാട് ഉറങ്ങാനൊക്കെ ഉള്ള സമയം കിട്ടും. അപ്പോൾ ആ ഒരു ഉറക്കം വരുമ്പോൾ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്, ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു ഉറക്കം വരുമ്പോൾ നല്ലൊരു എനർജിയാണ് ചായ കുടി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബാക്കുവിൽ തണുപ്പും കാറ്റ് ചെയ്യുന്നെങ്കിൽ ഗബാലയിലേക്ക് എത്തുന്നതിനനുസരിച്ച് തണുപ്പോട് തണുപ്പും കാറ്റോട് കാറ്റ് ചെയ്യുന്നു കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്ത്, പക്ഷേ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മുമ്പോട്ടേക്ക് എത്തിയപ്പോണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത്. ഈ ഒരു സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഇതിനേക്കാൾ എത്രയോ മനോഹരമാണ്. എനിക്കിവിടെ ഇറങ്ങണമെന്ന് മനസ്സിൽ തോന്നി. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളെ താലിബ്രോ, നമ്മളെ ഗൈഡിൻ്റെ പേരാണ് കേട്ടോ താലിന്ന്, മൂപ്പരവിടെ വണ്ടി നിർത്തി തന്ന്. എനിക്ക് ഓർമ്മയില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് പോലും എനിക്ക് അവിടെ ഇറങ്ങണം തോന്നി. പക്ഷേ ഇറങ്ങാൻ പറ്റുമോ, നിർത്തണം എന്ന് പറയാൻ പറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ മൂപ്പര് കറക്റ്റ് അവിടെ വന്ന് വണ്ടി നിർത്തി നമ്മളോട് ഇറങ്ങി ഫോട്ടോസോ വീഡിയോസോ എടുക്കണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലുള്ളൊരു സമതല പ്രദേശത്തൂടെയാണ് കേട്ടോ. ഇതിൻ്റെ നേരെ താഴെ കാണുന്നത് റെയിൽവേ ലൈനാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നിരന്നെടുക്കുന്ന തരിശായിട്ടുള്ളൊരു ഭൂമിയാണ്. അതും കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഈ ഒരു സൈഡ് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ക്യാമറ എങ്ങോട്ടേക്കാ തിരിച്ച് വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗം. വേറെ ഏതെങ്കിലും ഒരു രാജ്യം കാണുന്നത് വരെ ഇത് തന്നെയാണ് ഭൂമിയിലെ സ്വർഗം എനിക്കിട്ടോ. അപ്പോൾ നമ്മൾ ഗബാലയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ഡെസ്റ്റിനേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഗബാല നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിട്ടോ. കേബിൾ കാറിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ബേക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ, ആ കുന്നിൻ്റെ മേലെയാണ് കാറ് പോയിട്ട് നിൽക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഭയങ്കരമായിട്ടും. അനുമ ഹാപ്പിയാ? ഇഷ്ടമാണെങ്കിൽ കയറാന്? അനുമ ആര് ഹാപ്പി? കേബിൾ കാറിൽ കയറാണ്.
കുറച്ച് സമയം നമ്മളിതാ കേബിൾ കാറിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കുകയാണ്. എല്ലാം സ്റ്റക്ക് ആക്കിട്ടോ. അങ്ങോട്ട് നിക്കാൻ പാടില്ല അങ്ങനൊന്നും. ഇത്രയും താഴെ നമ്മൾ പോകുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലമാണ്. നിങ്ങൾ കാണാൻ പറ്റുമോ എനിക്കറിയില്ല. എന്താ പുറകിലിങ്ങനെ വരുന്നതാണ്. നമ്മൾ ഈ ഒരു കേബിൾ കാറിൽ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് താഴെ നമുക്ക് ഗബാല ടൗൺ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. നമ്മൾ അസർബൈജാനിലുള്ള ടൈമിലാണ് നാട്ടിൽ നമ്മുടെ അടിവാരത്ത് നിന്ന് ലക്കിടിയിലേക്ക് കേബിൾ കാർ വരുന്നതിൻ്റെ ന്യൂസൊക്കെ അതിന് അപ്രൂവ് ആയിട്ടുണ്ടെന്നുള്ള ന്യൂസൊക്കെ കാണുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു മല ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വയനാട് ചുരം പോലെയൊക്കെ തന്നെ തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നു നമ്മളെ നാട്ടിൽ വന്നാലും ഇതുപോലെയൊക്കെ ഉണ്ടാവും. ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകളൊക്കെ വന്നിട്ട് ശരിക്കും അത് നല്ല എൻജോയ് ചെയ്തിട്ട് പോകും. നമുക്ക് നമ്മുടെ ടൂറിസത്തിന് നല്ലൊരു അസറ്റ് തന്നെ ആയിക്കോട്ടെ. അത് അതിന് വേറെ പ്രകൃതിപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നില്ലെങ്കിൽ ഏതായാലും പൊളിക്കും. പിന്നെ നമ്മൾ അസർബൈജാനിൽ വന്നത് മുതൽ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമുക്ക് സ്നോ എവിടെയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. മീനു അതിനുമേ അതാ മഞ്ഞിലേക്ക് പോകുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ കുറച്ച് സ്നോ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ സീസൺ കഴിയാണ്, മാർച്ച് ലാസ്റ്റ് വരെയൊക്കെ സ്നോ ഉണ്ടാവുള്ളൂ, ഏപ്രിലോട് കൂടിയിട്ട് സ്നോ ഒക്കെ കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താലിബ്രോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾ ഗബാല പോകുമ്പോൾ നിങ്ങൾക്ക് സ്നോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഷാദാഗിലും ഗബാലയാണ് സ്നോ ഉണ്ടാവുക. അപ്പോൾ ഷാദാഗ് നമ്മളെ പാക്കേജിലില്ല, ഗബാലയാണ് നമ്മളെ പാക്കേജിലുള്ളത്. അപ്പം ഇവിടെ വന്നപ്പോൾ ഏതായാലും ഇതുപോലെ ലാൻഡിങ്ങുകളിൽ മാത്രം കുറച്ച് സ്നോ ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ ഒരുക്കി ഒലിച്ച് പോയിട്ടുണ്ട്. പിന്നെ അങ്ങ് മലയുടെ മേലെ ഞാൻ വരുമ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് തന്നെ മലൻ്റെ മണ്ടയിലടങ്ങി കുറച്ച് സ്നോ ഉണ്ടാവും, നമുക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന്. പക്ഷേ അൽഹംദുലില്ലാ പഠിച്ചോ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നോ അവിടെ വെച്ചിട്ടുണ്ട്. മക്കൾക്ക് ഭയങ്കര സന്തോഷമായി. ഓരോ സന്തോഷത്തിനെക്കാട്ടി വലുതായിട്ട് ഇപ്പോൾ നമുക്ക് എന്താ ലൈഫിലുള്ളത്, നമ്മളെ ഒരു ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഓരോ സമയമാണ്, ഒരു നല്ല എൻജോയ് ചെയ്യട്ടെ. അതിനും ഒറ്റയ്ക്ക് വഴി വെട്ടി വരുന്ന വരുത്താണ് നിങ്ങളാ കാണുന്നത്. ഓളവിടെ വന്നിട്ട് വഴിയല്ലാത്തൊരു സ്ഥലത്തൂടി ഓടിക്കയറി വന്നതാണ്. അങ്ങനെ മുള്ളിലൊക്കെ ചവിട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം നമ്മൾ മേലേനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ലേഡി ഓൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ അടുത്തേക്ക് ആക്കി തന്നാണ്.
ഈ കാണുന്നത് വൈറ്റ് ചെറി ബ്ലോസം ആണ് കേട്ടോ. ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാടിൻ്റെ ഉള്ളിലൊക്കെ റോഡ് സൈഡിലും കാടിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതാണുള്ളത്. വൈറ്റ് പിങ്ക് ചെറി ബ്ലോസംസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ കേബിൾ കാറിൽ കയറിയിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നേരത്തെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് വന്ന് മുകളിൽ കുറച്ച് ടൈം എൻജോയ് ചെയ്തിട്ട് ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വേറൊരു ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ കുറച്ച് ടൈം എൻജോയ് ചെയ്തിട്ട് ആ ഒരു റൂട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കേബിൾ കാർ ഉണ്ട്. പക്ഷേ ഇന്ന് അത് ക്ലോസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഈ ഒരു സ്ഥലം കണ്ടപ്പം കുറച്ച് സമയം ഞാനൊന്ന് അന്തം വിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അങ്ങനെ തന്നെ പറയണം, ഞാൻ അന്തം വിട്ട് നിന്നെന്ന്. കാരണം ഈ ഒരു സ്ഥലം എത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ ഒരു സ്ഥലം, ഒരു കുന്നിൻ ചെരിവ്, അവിടെ നമ്മൾ പണ്ട് നോട്ട്ബുക്കിൻ്റെ ചട്ടയിലൊക്കെ കണ്ട പോലത്തെ ഒരുപാട് വീടുകൾ, ഒരു ഗ്രാമം, ചെറി ബ്ലോസം. ശരിക്കും ഞാനൊരു 90 കിഡാണ്. നമുക്കന്ന് ഇതേപോലെ ഇന്നുള്ള പോലെ നമുക്ക് ഫോണോ കാര്യങ്ങളോ ടി വിയിലൊന്നും അധികം ഇതുപോലെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊന്നും കാണാനില്ല. അന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു ട്രാവൽ ഗൈഡ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വാങ്ങിച്ചിരുന്ന നോട്ട്ബുക്കിൻ്റെ പുറംചട്ടേനും അതിലതിനും ഇതേപോലെ വെസ്റ്റേൺ കൺട്രീസിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ടാവല്. അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ എന്താ പറയുക, ഞാൻ എത്രയോ വട്ടം കണ്ടിട്ട് ഇത് ശരിക്കുള്ളതാണോ അതോ ഇത് ചിത്രമാണോ, ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവോ, കാണാൻ പറ്റുമോ, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് ഇപ്പുറം അന്ന് ആ കുഞ്ഞു മനസ്സിൽ തോന്നിയ ആഗ്രഹം ഇന്ന് വളർന്ന് വലുതായപ്പോൾ ഇവിടെ നടന്നിരിക്കുകയാണ്. അതേപോലുള്ള സ്ഥലം ഞാൻ കണ്ടു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അൽഹംദുലില്ലാ എത്ര വട്ടം പറഞ്ഞാലും മതിയാവില്ല. സത്യത്തിൽ ഞാൻ എത്രത്തോളം സന്തോഷവതിയാണെന്നുള്ളത് എൻ്റെ ഈ ഒരു ഫേസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു 100 വോൾട്ടിൻ്റെ ബൾബ് കത്തി നിൽക്കുന്ന പോലെയാണ് എനിക്ക് എന്നെ തന്നെ തോന്നിയുള്ളത്. അത്രയ്ക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കാത്തതായിട്ട് നമ്മളെ ജീവിതത്തിൽ ഒന്നുമില്ല കേട്ടോ. പഠിച്ചോ നമ്മളെ എങ്ങനെയെങ്കിലും എല്ലാ സാഹചര്യങ്ങളും പോസിറ്റീവായിട്ട് അതിലേക്ക് എത്തിച്ചു തരും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ പറഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, നോഹൂറിലേക്ക്. നമ്മളിവിടെ നല്ല നട്ടുച്ച സമയത്താണ് കേട്ടോ എത്തിയുള്ളത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഒരു ലേക്കിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ് കേട്ടോ. ബാക്കുവിൽ നിന്ന് ഗബാലയിലേക്ക് ഒരുപാട് ടൈം ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും ഫുഡ് കഴിക്കാൻ ഇറങ്ങി ടൈം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടാണ് വന്നത്. അപ്പം ഇവിടെയുള്ള ഈ റിവർ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാമല്ലോ, നല്ല അടിപൊളിയായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റിംഗ് എന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ലേക്കിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കുക. വളരെ കൂളായിട്ടുള്ള ക്ലൈമറ്റ്, നല്ല കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ കൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതേപോലെ പറയാനുള്ളൊരു കാര്യം, ഇവിടെ അസർബൈജാൻ്റെ ഫ്ലാഗിൻ്റെ കൂടെ പല സ്ഥലത്തും ടർക്കിയുടെ ഫ്ലാഗ് കൂടി വെച്ചിട്ടുണ്ട്. അത് ടർക്കിയിൽ വളരെ ക്ലോസ് ആണ്, അതുകൊണ്ടാണ്. അങ്ങനെ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ ഫുഡ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫിഷ് ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. ഇന്ത്യൻ സ്റ്റൈലാണെന്നാണ് ഓരോ അറിയുന്നത്, പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു സ്റ്റൈൽ ബിരിയാണി നമ്മൾ കണ്ടില്ല.
അതേപോലെ തന്നെ നമ്മളെ കണ്ണിന്ന് പൊന്നീച്ച പാറിയ ഒരു ഫുഡാണ് കേട്ടോ ഇത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് വൈസ് അല്ല, ടേസ്റ്റ് 100% നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. 4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം മതി എന്ന് ഓരെന്നാണ് പറഞ്ഞത്. പക്ഷേ ഫുഡ് വന്നപ്പോൾ നമുക്ക് 4 ആൾക്കും കുറച്ച് മാത്രമേ കഴിക്കാൻ കിട്ടിയുള്ളൂ. ചിലപ്പം ഓരോരോ അഭിപ്രായത്തിൽ 4 ആൾ ഇത്രക്കൊക്കെ കഴിക്കേണ്ടാവുള്ളൂ, നമ്മൾ കുറച്ചുകൂടിയൊക്കെ വേണ്ടീനു. അപ്പം ഏതായാലും അതങ്ങനെ പോട്ടെ, നമ്മൾ കഴിച്ച് കഴിഞ്ഞ ഫുഡിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഫുഡ് കുറച്ചധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് എവിടെയൊക്കെ ഒന്ന് കാണാം. ഇപ്പം നമ്മളിവിടെ ഉള്ളത് കബാല ലേക്കിൻ്റെ പേരെന്താണ്? കബാല ലേക്ക്, നോഹർ ലേക്ക്. നോഹർ ലേക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ ഒന്ന് ഉറങ്ങിപ്പോയി. ഫുഡ് കഴിച്ച് നടക്കാനൊന്നും ഫുഡ് കഴിച്ചിട്ട്. ഇവിടെ ഹോഴ്സ് റൈഡിങ്, ഓഫ് റോഡ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ പാർക്കുകൾ പോലുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതൊന്നും ചൂസ് ചെയ്തില്ല, ജസ്റ്റ് നമ്മൾ അതിലൊന്ന് റൗണ്ട് അടിച്ച് നടന്നിട്ടുള്ളതിനും. അതേപോലെ ഈ ലേക്കിൽ ബോട്ടിംഗ് ഉണ്ടാവലുണ്ട് എന്നും. ഇന്നിപ്പം അത് ക്ലോസ് ആണെന്നാണ് അവർ പറയുന്നത്. കാരണം ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ മകന് അവിടെ എവിടെയോ അടുത്തൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത്ര അത് ക്ലോസ് ആക്കിയെന്നാണ് താലിബ്രോ നമ്മളോട് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മൾ ലക്കിയല്ല, ഇന്നിപ്പോൾ നമ്മൾ ലക്കിയല്ല. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മളിതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മളൊരു മഡ് വോൾക്കാനോ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നല്ലോ. അപ്പം ആ ഒരു മഡ് വോൾക്കാനോ നമ്മൾ പോയ അന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അന്ന് അത് ക്ലോസ് ആക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസമൊന്നും അത് വേറെ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റൂല, എന്തോ ചില ഇഷ്യൂസ് വന്നുകൊണ്ട് അത് ക്ലോസ് ആക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ നോക്കി നമുക്ക് കുറച്ച് ഭാഗ്യം ഉണ്ട്, ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കുറച്ച് ഭാഗ്യം കുറവുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അവിടെ ഇപ്പോൾ വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ടില്ല. ഈ ഒരു ചുറ്റുഭാഗം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് വലിയ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അസർബൈജാനിൽ വന്നതിന് ശേഷം ഇതേപോലെ ഇത്രയുള്ള മരങ്ങളൊന്നും കണ്ടില്ല, ഇവിടെ അത് ഒരുപാടുണ്ട്. പിന്നെ ഈ കാണുന്ന മരം മേപ്പിൾ മരമാണ്. അത് 315 വർഷങ്ങാനും പഴക്കമുള്ള മരമാണെന്നാണ് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു സൈൻ ബോർഡിൽ 311 അത് 2022 വെച്ചിട്ടുള്ള ബോർഡാണ്. അപ്പോൾ അതിനും അത് അവിടെ ഐസ്ക്രീം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ഓളന്നെ പോയി ഞാൻ റേറ്റൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്ന് പറഞ്ഞാണ്ട് നമ്മളടുത്ത്. അപ്പം പിന്നെ ടർക്കിഷ് ഐസ്ക്രീം വന്നാൽ തോന്നുന്നത് ആ കളിപ്പിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ എക്സ്പോക്ക് പോയപ്പോൾ ഇങ്ങനെ അവളെ കളിപ്പിച്ചപ്പോൾ തെറ്റിയിട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാക്ക അത് ഓരോട് പറയുന്നുണ്ട്, കൂടുതൽ കളിപ്പിച്ചാൽ അവൾ തെറ്റിപ്പോവും. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ അധികം ഒന്നും കളിപ്പിക്കാതെ വേഗം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എൻട്രൻസിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ കയറിയിട്ട് കുറച്ച് ഷോപ്പിംഗൊക്കെ നടത്താം. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് വേറെ ഡെസ്റ്റിനേഷനൊന്നുമില്ല. നമ്മൾ ഇത്രയും ദിവസം എവിടുന്നും ഷോപ്പിംഗ് ഒന്നും ചെയ്യാണ്ട് ഗബാല എത്തിയിട്ട് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. കാരണം ഗബാലയാണ് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷന്. ഇനി നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ട് പിറ്റേന്ന് രാവിലെ എണീറ്റ് പോവുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ അസർബൈജാനിൽ കുറച്ച് ടീ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഫ്ലേവറുള്ള ടീ പൗഡറാണ്. പിന്നെ ഒരു അസർബൈജാൻ്റെ ഒരു സുവനീർ, അസർബൈജാൻ. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയാൽ മാത്രമേ നമുക്കൊരു രാത്രി 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഹോട്ടലിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ കാണുന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത് രാത്രി 7:30 കേട്ടോ. നല്ല പച്ച പകൽ പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് വ്ളോഗ്സിലൊക്കെ ഇങ്ങനെ കാണലുണ്ട്, നല്ല പച്ച പകൽ പോലെയുള്ള സമയം ഇപ്പോൾ രാത്രി 10 മണിയാണെന്നൊക്കെ പറയുന്നത്. അത് എങ്ങനെയൊക്കെയെന്ന് ഞാനിങ്ങനെ വിചാരിക്കില്ലായിരുന്നു. ഇപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് അതാ ഇപ്പോൾ 8 മണിയൊക്കെ ആവാനായിട്ടുണ്ട്, അപ്പോഴും ഇരുടായിട്ടില്ല. പിന്നെ എത്രയോ ഒരു ടൈം ആയപ്പോഴാണ് അവിടെ ഇരുടാവൽ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഗാന്ധിജി സ്വപ്നം കണ്ട കിനാശ്ശേരി എന്ന് പറഞ്ഞ പോലെ നമ്മൾ തേടി നടന്ന ആ ഒരു കടയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
നമ്മളെ നാട്ടിലുള്ള പോലത്തെ ഒരു ചായക്കടയാണ് കേട്ടോ. കുറേ കടികളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 3 പേരും ചായ കുടിച്ചിട്ട് ആകെ 1.5 മനാത്തായിട്ടേ ഉള്ളൂ. ഗ്ലാസ്സിലാണ് ചായ തന്നുള്ളത്, ഇവിടെ ജഗ്ഗിലൊന്നല്ല. നല്ല അടിപൊളിയേനും. അപ്പം ഇതാണ് നമ്മൾ അവിടുത്തെ ആശാന്. ആൾ ഭയങ്കര കമ്പനിയാണ്. നമുക്ക് നമസ്കാരമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഏതൊരു ഇന്ത്യൻ മൂവി ആൾ കണ്ടിട്ടുണ്ട്, അതിലത്തെ പാട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പൂപ്പന് നല്ല ഫ്രണ്ട്ലിയാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്തൊരു വികാരത്തിൻ്റെ പുറത്താണ് ഈ ഒരു ബീഫ് റോൾ വാങ്ങിയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ചാടി എണീറ്റിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു നിമിഷം നാട്ടിലാണെന്ന് ഞാൻ വിചാരിച്ച് പോയിട്ടുണ്ടാകും. എനിക്ക് ബീഫ് റോൾ വേണോ എന്ന് കാക്ക എന്നോട് ചോദിച്ചത്. ഞാൻ ചാടി കയറിയാൽ എനിക്ക് ബീഫ് റോൾ മതി എന്ന് പറഞ്ഞു. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ആദ്യം തന്നെ കഴിച്ചപ്പം അതിങ്ങനെ തണുത്തിരിക്കുന്നത് കൊണ്ട് എനിക്കിഷ്ടമല്ലാത്തൊരു ടേസ്റ്റ് വന്നുപോയി. പിന്നെ ഞാൻ ചീത്ത കേൾക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ അത് കഴിച്ചു, പക്ഷേ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് എൻ്റെ ബീഫ് റോൾ കഴിച്ചത് ആ ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് ബാക്കുവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. ഇന്ന് പിന്നെ അസർബൈജാനിലുള്ള ലാസ്റ്റ് നൈറ്റാണല്ലോ, അപ്പോൾ നമുക്കൊന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയുള്ളത്. ഉച്ചയ്ക്ക് ഏതായാലും നമ്മൾ കഴിച്ച് നമുക്ക് ഒരു റെഡി ആയിട്ടുമില്ല. ഓൾറെഡി അവിടെ പാകിസ്ഥാനിൽ നിന്നും ടർക്കിയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവരൊക്കെ നല്ല പൊള്ളി മൂഡിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല ഡാൻസും പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും അവിടെയുള്ള ആളുകൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു രീതി അത് ഭയങ്കര നമ്മളെ മനസ്സിലങ്ങനെ അങ്ങ് നിൽക്കും കേട്ടോ. ഇവരൊരു ബിസിനസ് ട്രിക്കാണോ ഇതെന്ന് അറിയില്ല. എന്തായാലും നല്ല അടിപൊളിയാണ്. നമ്മൾ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടും. നമ്മളെ മുൻപെപ്പോഴോ പരിചയമുള്ള പോലെയാണ് ഇവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതൊക്കെ. നമുക്കേതായാലും അത് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ അതിനൊക്കെ ഉള്ളൊരു ടാക്സ് നമ്മളെ ബില്ല് വരുമ്പോൾ അതിലുണ്ടാവുകയും ചെയ്യും കേട്ടോ. എന്നാലും പ്രശ്നമില്ല, നല്ല അടിപൊളിയാണ്. പാട്ടും ഡാൻസും ഫുഡിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആയപ്പോൾ ഫുഡ് തീർന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ അറിഞ്ഞില്ല കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി മെയിൻ കോഴ്സ് ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് മൂപ്പരൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫുഡ്. ഇത് 4 ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് 4 അല്ല 10 ആൾ കഴിച്ചാലും തീരുമില്ല, അത്രക്ക് അധികം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മളെ താലിബ്രോ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. നമ്മളെ കൂടെ ഇരിക്കാൻ വേണ്ടി കുറേ പറഞ്ഞു. നമ്മളെ കൂടെ വന്ന ദിവസമൊക്കെ നമ്മളെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾ കഴിക്കുന്നില്ല. ആൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന പറഞ്ഞിട്ട് വേറെ പോയിരുന്നാണ് ഫുഡ് കഴിച്ചുള്ളത്. അപ്പോൾ ഇന്നും നമ്മളെ തൊട്ടപ്പുറത്ത് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ആൾ കൂടി ഇരുന്ന് നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പം ചിലപ്പം അവരൊരു കൾച്ചർ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ആൾ അവിടെ ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറും മനസ്സൊക്കെ നിറഞ്ഞപ്പം കാക്കത അവിടെ ടർക്കിയിൽ നിന്ന് വന്നവരും പാകിസ്ഥാനിൽ നിന്ന് വന്നവരൊക്കെ നല്ല എൻജോയ് ചെയ്യാണ്. ഓരോ കൂടെ പോയി ഡാൻസ് കളിക്കുന്നുണ്ട്. വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പം ഓർക്കൊരു പ്രോബ്ലം ഇല്ല, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവർക്ക് നന്നായിട്ട് നല്ല സഹകരിച്ച് തരുന്നുണ്ട്. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഭയങ്കര സേഫായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പം. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അസർബൈജാനിൽ സേഫ് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫായിട്ടുള്ളൊരു കൺട്രിയാണ്. നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും സോളോ ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു കൺട്രി തന്നെയാണ്. അപ്പോൾ ഇതാ അവസാനമായിട്ട് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മളെ ഹോട്ടലിലേക്ക് പോവുകയാണ്.
അസർബൈജാനിൽ നമ്മളെ ലാസ്റ്റത്തെ നൈറ്റാണെന്ന്. നാളെ പോണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ലൊരു വിഷമം തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും തോന്നുന്നു അസർബൈജാൻ. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നാളെ ഈ നേരത്തെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഖത്തറിലുണ്ടാവും. വണ്ടി വന്നു. Chili. May God bless you. Thank you. Have a great time. അങ്ങനെ നമ്മളെ താലി ബ്രോ നമ്മളോട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയി. നാളെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളാണ് വരിക. മൂപ്പര് പോയപ്പോൾ ഭയങ്കര വിഷമം. 4-5 ദിവസം നമ്മളെ കൂടെ ഊണിലും ഉറക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പര് ഭയങ്കര വിഷമം. നല്ലൊരാളെ ഇല്ലേ, നല്ലൊരു പെരുമാറ്റമൊക്കെ ഉള്ള ഒരാളായിരുന്നു. നല്ല വിഷമം. നമ്മളാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരും അറ്റാച്ച്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് എന്താ പറയാ, ഒരു വിഷമം പോലെ മൂപ്പര് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയപ്പം. അപ്പോൾ ഓക്കെ, നമ്മളിതാ തിരിച്ച് ഹോട്ടലിലെത്തി. ഇങ്ങനെ പോയി ഫ്രഷ് ആയ കിടന്നുറങ്ങുക, രാവിലെ എണീറ്റ് പോവുക, അത്ര തന്നെ. അപ്പോൾ ബൈ.